വെൽക്കം ടു KPSC 2.0. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ശനിയാഴ്ച നടന്ന 10th പ്രിലിംസിൻ്റെ 3ാം സ്റ്റേജിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഇനി വരാൻ പോകുന്ന ഒരു ഫേസും കൂടി നമ്മുടെ മുമ്പിൽ ഉണ്ട്. ആ ഫേസിന് വേണ്ടി ഈ ചോദ്യങ്ങൾ പഠിക്കുന്നത് വഴി ഒത്തിരി നമുക്ക് ഉപകാരപ്പെടും. ഏതൊക്കെ ഭാഗങ്ങളാണ് ആവർത്തിക്കുന്നതെന്ന് ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഭാഗങ്ങൾക്ക് കുറച്ചുകൂടി സ്ട്രെസ് കൊടുത്ത് പഠിക്കുന്നത് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഒട്ടും സമയം കളയേണ്ട, നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് D ആണ്. ചോദ്യം 1. അയ്യാവഴി എന്നറിയപ്പെടുന്ന വിശ്വാസ സമ്പ്രദായത്തിൻ്റെ സ്ഥാപകൻ. ഇത് വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ B ആണ്, വൈകുണ്ഠസ്വാമികൾ. ചോദ്യം 2. അഭിനവ കേരള മാസിക പ്രസിദ്ധീകരിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ശരിയായ ഉത്തരം ഓപ്ഷൻ D ആണ്, വാഗ്ഭടാനന്ദൻ. ചോദ്യം 3. 1918 കൊച്ചിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച മിഷണറി. ശരിയായ ഉത്തരം ഓപ്ഷൻ A ആണ്, ഡൗസൺ. ചോദ്യം 4. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്വദേശീയ അച്ചടിശാല. ശരിയായ ഉത്തരം ഓപ്ഷൻ C ആണ്, സെൻറ് ജോസഫ് പ്രസ്. ചോദ്യം 5. ജലസംഭരണികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സിന്ധു നദീതട നഗരം. ശരിയായ ഉത്തരം ഓപ്ഷൻ C ആണ്, ധോളവീര. ചോദ്യം 6. CE 1-ാം നൂറ്റാണ്ടിൽ നാണയങ്ങൾ പുറത്തിറക്കിയ ഇന്ത്യൻ ഗോത്ര റിപ്പബ്ലിക്. ശരിയായ ഉത്തരം ഓപ്ഷൻ B ആണ്, യൗദേയർ. ചോദ്യം 7. ബ്രിട്ടീഷുകാർ രാജ്മഹൽ കുന്നിൻ്റെ താഴ്വരയിൽ സന്താളുകളെ അധിവസിപ്പിച്ച പ്രദേശം. ശരിയായ ഉത്തരം ഓപ്ഷൻ D ആണ്, ദാമീൻ കോഹ്. ചോദ്യം 8. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ A ആണ്, സൗമൻ സെൻ. ചോദ്യം 9. 64-ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ C ആണ്, കണ്ണൂർ. ചോദ്യം 10. 2025 ഓടക്കുഴൽ പുരസ്കാരം നേടിയ വ്യക്തി. ശരിയായ ഉത്തരം ഓപ്ഷൻ B ആണ്, EP രാജഗോപാലൻ. ചോദ്യം 11. താർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധവരണ്ട സമതലമാണ്. ഈ പ്രദേശം അറിയപ്പെടുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ B ആണ്, രാജസ്ഥാൻ ബാഹർ. ചോദ്യം 12. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനുകൾ വെച്ചിട്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ D ആണ്, അഫ്ഗാനിസ്ഥാൻ. ചോദ്യം 13. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു അലോഹ ധാതുവാണ്. ശരിയായ ഉത്തരം മൈക്ക, ഓപ്ഷൻ C മൈക്ക. ചോദ്യം 14. ഉത്തരേന്ത്യൻ സമതലത്തിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ A ആണ്, ഭംഗർ. ചോദ്യം 15. ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളായ ബുക്കിയാൽ ഉൾപ്പെടുന്ന ഹിമാലയ പർവ്വത മേഖല. ശരിയായ ഉത്തരം ഓപ്ഷൻ C ആണ്, ഉത്തരാഖണ്ഡ്, ഹിമാലയം. ചോദ്യം 16. താഴെ തന്നിരിക്കുന്നവയിൽ അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണമാണ്. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണമായതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇവിടെ തന്നിരിക്കുന്നത് വെച്ചിട്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ B ആണ്, ആരവല്ലി. ആരവല്ലി ഒരു അവശിഷ്ട പർവ്വത നിരയാണ്. ചോദ്യം 17. സമ്പൂർണമായി സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം. ഓപ്ഷൻ B ആണ് കറക്റ്റായ ഉത്തരം, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ചോദ്യം 18. താഴെ തന്നിരിക്കുന്നവയിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഇവിടെ നമുക്ക് 4 പ്രസ്താവനകൾ പോലെ തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇവിടെ നൽകിയിരിക്കുന്നതിൽ 1ഉം 3ഉം പ്രസ്താവനകളാണ് ശരി. ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. തീരത്തോടടുത്ത് കായലുകൾ കാണപ്പെടുന്നു. ഇവ രണ്ടുമാണ് ഈ തന്നിരിക്കുന്നത് ശരിയായ പ്രസ്താവന. നമുക്ക് ബാക്കി പ്രസ്താവനകൾ കൂടി ശരിയായി നോക്കാം. ഇതെന്ന് പറയുന്നത് ഒരു ഉയർന്ന തീരസമതലമല്ല, മറിച്ച് ഇതൊരു താഴ്ന്ന തീരസമതലമാണ്. നദികളുടെ നിക്ഷേപണ പ്രക്രിയ മൂലം ഡെൽറ്റകളല്ല, അഴിമുഖങ്ങളാണ് ഇവിടെ രൂപം കൊള്ളുന്നത്. ഇവിടുത്തെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഓപ്ഷൻ D ആണ് ശരി. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ചോദ്യം 19.
ഇന്ത്യയിലെ 4 പ്രധാന മെട്രോ നഗരങ്ങളായ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവയെ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖല. നമുക്കറിയാം, വളരെ ഈസിയായ ചോദ്യമാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, സുവർണ ചതുഷ്കോണം. ചോദ്യം 20. കൃഷ്ണരാജസാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, കാവേരി. ചോദ്യം 21. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മൗലാന അബ്ദുൽ കലാം ആസാദ്. ചോദ്യം 22. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, മണിപ്പൂർ. ചോദ്യം 23. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആന്ധ്രാപ്രദേശ്. ചോദ്യം 24. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബെൽഹാം സമ്മേളനം. ചോദ്യം 25. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിക്കുവാൻ പ്രധാന പങ്ക് വഹിച്ച നേതാവ് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, സർദാർ വല്ലഭായ് പട്ടേൽ. ചോദ്യം 26. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ചോദ്യം 27. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? ശരിയായ ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന അരുണ ആസിഫ് അലി. ചോദ്യം 28. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ഗദാർ പാർട്ടി സ്ഥാപിതമായ വർഷം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1913. 1913 ഗദാർ പാർട്ടി സ്ഥാപിതമായത്. ചോദ്യം 29. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരുടെ വാക്കുകളാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സുഭാഷ് ചന്ദ്രബോസ്. ചോദ്യം 30. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല കലാപം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ആറ്റിങ്ങൽ കലാപം. ചോദ്യം 31. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് തിരിച്ചറിയുക. ശരിയായ ഉത്തരം ഇവിടെ നൽകിയിരിക്കുന്നതിൽ ഓപ്ഷൻ ബി ആണ്, കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ. സർക്കാർ പത്രക്കുറിപ്പുകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വച്ചിരിക്കുന്ന വിവരങ്ങൾ, ഗവൺമെന്റ് സർക്കുലറുകൾ എന്നിവയൊക്കെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നവയാണ്. ചോദ്യം 32. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, മാഡം ഭിക്കാജി കാമ. ചോദ്യം 33. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ജനുവരി 24, 1950. ചോദ്യം 34. ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, കോ വാറന്റോ. ചോദ്യം 35. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ചോദ്യം 36. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 86-ാം ഭേദഗതി. ചോദ്യം 37. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി രൂപീകൃതമായ കമ്മിറ്റി ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, സ്വരൺ സിംഗ് കമ്മിറ്റി. ചോദ്യം 38. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗവർണർ. ചോദ്യം 39. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ ഏത് സംസ്ഥാനത്താണ് പ്രവർത്തിച്ചിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, രാജസ്ഥാൻ. ചോദ്യം 40. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 2005. ചോദ്യം 41. അർജുന അവാർഡ് നേടിയ KC ഏലമ്മയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്?
ഇവിടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ 1ഉം 2ഉമാണ് ശരി, അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിതയാണ് KC ഏലമ്മ. KC ഏലമ്മ ഒരു വോളിബോൾ കായിക ഇനത്തിൽ പ്രശസ്തമായ വനിത കൂടിയാണ്. ചോദ്യം 42. നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇവിടെ നൽകിയിരിക്കുന്നതിൽ പ്രസ്താവന 3 മാത്രമാണ് ശരിയായത്. അതായത് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് 2025 നടന്നത്. ചോദ്യം 43. ഒരു നദിയും നേരിട്ട് വന്നു ചേരാത്ത കേരളത്തിലെ കായൽ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് ശാസ്താംകോട്ട തടാകം. ചോദ്യം 44. 1972 ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്റ്റ് കേരളത്തിലെ ഏത് തുറമുഖത്താണ് ആദ്യമായി നടപ്പിലാക്കിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് നീണ്ടകര. ചോദ്യം 45. കേരളത്തിലെ ചുരങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഇവിടെ തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. അതായത് താമരശ്ശേരി ചുരം കോഴിക്കോട് ജില്ലയെ കർണാടകത്തിലെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു. നാടുകാണി ചുരം നിലമ്പൂർ ഗുണ്ടല്ലൂർ വഴി ഊട്ടിയിലേക്ക് നീളുന്ന പാതയാണ്. കമ്പം ചുരം തൊടുപുഴ കട്ടപ്പന നെടുങ്കണ്ടം പ്രദേശങ്ങളെ തമിഴ്നാട്ടിലെ കമ്പം മധുര പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ചോദ്യം 46. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഓപ്ഷൻ ബി ആണ് ശരി. ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ ഡാമുകൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടവയാണ്. ചോദ്യം 47. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇടുക്കി ജില്ലയിൽ മാത്രം ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ ചോദ്യത്തിൽ ഇടുക്കി ജില്ലയിൽ മാത്രം എന്നുള്ളത് കൊണ്ട് ശരിയായ ഉത്തരമായി വരാൻ സാധ്യത ഓപ്ഷൻ എ ആണ്, അതായത് 1 മാത്രം. ചിന്നാർ വന്യജീവി സങ്കേതം മാത്രമാണ് ഇടുക്കി ജില്ലയിൽ മാത്രമായി ഉൾക്കൊള്ളുന്ന വന്യജീവി സങ്കേതം ഇവിടെ നൽകിയിരിക്കുന്നവയിൽ വെച്ച്. ചോദ്യം 48. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളിൽ ശരിയായത് ഏതാണ്? ഇവിടെ നൽകിയിരിക്കുന്നതിൽ പ്രസ്താവന 2 മാത്രമാണ് ശരി. അതായത് വയനാട് തമിഴ്നാടും കർണാടക സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ഇവിടെ തന്നിരിക്കുന്ന മറ്റ് പ്രസ്താവനയിൽ തൃശ്ശൂർ ജില്ലയാണ് ഏറ്റവും കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നത്. തെറ്റായ പ്രസ്താവനയാണ്. ചോദ്യം 49. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭാരതപ്പുഴ കേരളത്തിൽ കൂടി ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ഈ 3 ജില്ലകളിൽ കൂടിയാണ് ഭാരതപ്പുഴ കേരളത്തിൽ കൂടി ഒഴുകുന്നത്. ചോദ്യം 50. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് പാമ്പാടുംചോല. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഇരവികുളം നാഷണൽ പാർക്ക്. ചോദ്യം 51. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ നൽകിയിരിക്കുന്നതിൽ പ്രസ്താവന 1ഉം 3ഉം 4ഉമാണ് ശരി, അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റായ ആൻസർ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ആപ്തവാക്യം നൽകിയത് ശ്രീനാരായണ ഗുരുവാണ്. കാവുപാട്ട് എന്ന ചടങ്ങ് പരിഷ്കരിച്ചു. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ്. ചോദ്യം 52. കേരളത്തിൽ ആദ്യത്തെ മിശ്രഭോജന സംരംഭമായി ആരംഭിച്ച സാമൂഹ്യ സംഘടന? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് സഹോദര പ്രസ്ഥാനം. ചോദ്യം 53. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അസർബൈജാൻ. ഓപ്ഷൻ ഡി ആണ് അസർബൈജാൻ. ചോദ്യം 54. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി പയ്യന്നൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് നടത്തിയ കാൽനട സമര പ്രചരണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ നേതാവ് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് AK ഗോപാലൻ. ചോദ്യം 55. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ നൽകിയിരിക്കുന്നതിൽ 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്, അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റായ ആൻസർ. വാഗൻ ട്രാജഡി, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭം, കലാപത്തെ അടിച്ചമർത്താൻ മലബാർ സ്പെഷ്യൽ പോലീസ് രൂപീകരിച്ചു ഈ 3 പ്രസ്താവനകളും ശരിയാണ്. ചോദ്യം 56. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച
സമുദായിക സംഘടന ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ബാലസമുദായ പരിഷ്കരണ സഭ. ചോദ്യം 57. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ലഹരി ശൃംഖലകളെയും അതിൻ്റെ കണ്ണികളെയും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര വകുപ്പും കേരള പോലീസും ആരംഭിച്ച ലഹരി വേട്ടയുടെ പേര്. ഇവിടുത്തെ ഓപ്ഷനുകളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ശരിയായ ഉത്തരം ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഫണ്ട്. ചോദ്യം 58. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ ആരംഭിച്ച ആത്മീയ പ്രസ്ഥാനം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്രത്യക്ഷരക്ഷ ദൈവസഭ. ചോദ്യം 59. കേരളത്തിൽ ആദ്യമായി പണിമുടക്ക് സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, അയ്യങ്കാളി. ചോദ്യം 60. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന ബഹുമതി നാമം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബ്രഹ്മാനന്ദ ശിവയോഗി. ചോദ്യം 61. അശ്വമേധം പദ്ധതിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്, കുഷ്ഠരോഗ നിർമ്മാർജ്ജനം. ചോദ്യം 62. സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രശസ്തമായ ദേശീയോദ്യാനം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, സൈലന്റ് വാലി. ചോദ്യം 63. ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, കൊൽക്കത്ത. ചോദ്യം 64. റേച്ചൽ കാൾസൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിന്റെ പ്രതിപാദ്യ വിഷയം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, DDT. ചോദ്യം 65. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ലിംബ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയല്ലാത്തത് ഏതാണ്? ഇവിടെ നൽകിയിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ്, ലിംബ് വ്യവസ്ഥയുമായി ശരിയല്ലാത്ത പ്രസ്താവന. അതായത് വലിയ പ്രോട്ടീൻ തന്മാത്രകൾ കാണപ്പെടുന്നു, അത് തെറ്റാണ്. അപ്പം നമുക്ക് ശരിയായ പ്രസ്താവനകളൊന്ന് നോക്കാം. സ്പ്ലീൻ, തൈമസ് ഗ്രന്ഥി എന്നിവ ഉൾപ്പെടുന്നു. ചുമന്ന രക്താണുക്കൾ കാണപ്പെടുന്നില്ല. രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ഇവയെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. ചോദ്യം 66. DNA ഉള്ളതും RNA ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, തൈമീൻ. ചോദ്യം 67. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത് ജീവകത്തിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ജീവകം സി. ചോദ്യം 68. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, H5N1. ചോദ്യം 69. ഷിക്ക് ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഡിഫ്തീരിയ. ചോദ്യം 70. ആനക്കൊമ്പൻ ഏത് കാർഷിക വിളയുടെ ഇനമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, വെണ്ട. ചോദ്യം 71. ഒരു കലോറി എത്ര ജൂളാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, 4.2 ജൂൾ. ചോദ്യം 72. പ്രവൃത്തിയുടെ അതേ യൂണിറ്റുള്ള അളവ് ഏതാണ്? ഇവിടെ നൽകിയിരിക്കുന്നതിൽ പ്രവൃത്തിയുടെ അതേ യൂണിറ്റുള്ള അളവാണ് ഊർജം. ചോദ്യം 73. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, കൊബാൾട്ട് 60. ചോദ്യം 74. അടിസ്ഥാന യൂണിറ്റുകളായ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നിവ ഉപയോഗിച്ച് പവറിൻ്റെ യൂണിറ്റ് എഴുതിയാൽ ശരിയായത് ഏതാണ്? ഇവിടെ നൽകിയിരിക്കുന്നതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ്, കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ക്യൂബ്. ചോദ്യം 75. ധാതുക്കളെയും അയിരുകളെയും സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്, എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളല്ല. ചോദ്യം 76. സിങ്ക് ലോഹവും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിപ്പിച്ചാൽ പുറത്തേക്ക് വരുന്ന വാതകം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഹൈഡ്രജൻ. ചോദ്യം 77. ശുദ്ധജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്നത് ഏത് ഊഷ്മാവിലാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, 4 ഡിഗ്രി സെൽഷ്യസ്. ചോദ്യം 78. ഒരാറ്റത്തിൻ്റെ മൂന്നാമത്തെ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, 18. ചോദ്യം 79.
ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കാത്ത ഘടകം ഏതാണ്? ഇവിടെ നൽകിയിരിക്കുന്നതിൽ ഓപ്ഷൻ ഡി ആണ്. വസ്തുവിൻ്റെ നിറം ഒരു വസ്തുവിൻ്റെ ആവൃത്തിയെ സ്വാധീനിക്കാത്ത ഘടകമാണ്. വസ്തുവിൻ്റെ നീളം, വസ്തുവിൻ്റെ വലിപ്പം, വസ്തുവിൻ്റെ ഇലാസ്തികത എന്നിവയെല്ലാം വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ചോദ്യം 80. പ്രകാശം ഒരു പ്രതലത്തിൽ പതിക്കുമ്പോൾ പതനക്കോണും പ്രതിഫലനക്കോണും തുല്യമാകുന്നത് എപ്പോഴാണ്? ശരിയായ ഉത്തരം എപ്പോഴും തുല്യമാണ്. ഒരു പ്രകാശം പതിക്കുന്ന പതനക്കോണും അത് പ്രതിഫലിക്കുന്ന പ്രതിഫലനക്കോണും എപ്പോഴും തുല്യമാണ്. ഇനി നമുക്ക് മാത്സ് 81 തൊട്ട് 100 വരെയുള്ളത് മാത്സിൻ്റെ ചോദ്യങ്ങളായിരുന്നു. അതിൽ നമുക്ക് ശരിയായ ഓപ്ഷനുകൾ ഏതാണെന്ന് മാത്രം ഒന്ന് നോക്കിപ്പോം. 81ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 82ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആയിരുന്നു. 83ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് 65. 84ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് 128. 85ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് 110. 86ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് 120. 87ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആയിരുന്നു. 88ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 89ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 90ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് 60 km/h. 91ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 92ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 93ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി തന്നെയാണ്. 94ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി. 95ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി. 96ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി. 97ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി. 98ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി. 99ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ. 100ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി. അപ്പോൾ ഇതായിരുന്നു എക്സാം. ഓൾമോസ്റ്റ് പരീക്ഷ വലിയ കുഴപ്പമില്ലാതെ എളുപ്പമായ രീതിയിൽ തന്നെയായിരുന്നു വന്നത്. മുൻപത്തെ പുറത്തായ 2 ക്വസ്റ്റ്യൻ പേപ്പറുകളും വെച്ച് നോക്കി അതേ രീതിയിലുള്ള പാറ്റേണുകളും ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളും നമ്മൾ ഒത്തിരി കണ്ടു. ചോദ്യങ്ങളൊക്കെ ഒരേ ഭാഗത്ത് നിന്ന് തന്നെ ആവർത്തിച്ചായിരുന്നു വന്നത്. അപ്പം ആ 2 ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിട്ട് പോയ എല്ലാവർക്കും തന്നെ ഒരു 60+ അല്ലെങ്കിൽ 70 അടുത്ത് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പം നമ്മൾ ഉടനെ തന്നെ 4ാമത്തെ സ്റ്റേജ് 4ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന് ആൻസറുകളുമായി തന്നെ പെട്ടെന്ന് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇത് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് ഇനിയിപ്പോൾ 22ാം തീയതി എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർക്കാണ്. ഈ 4 ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് മുൻപിലുണ്ട്. അപ്പോൾ ഏകദേശം ഇതേ പാറ്റേൺ അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിന്നൊക്കെ തന്നെ ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുമെന്ന് നമ്മൾ വിശ്വസിക്കും. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ തന്നെ ആവർത്തിച്ച് പഠിക്കുക. അപ്പം നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റും. ഏറ്റവും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. നല്ലൊരു അവസരമാണ് 22ാം തീയതി പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് മുമ്പിലുള്ളത്. അത് മാത്രമല്ല, നമുക്ക് അറിയാം കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലയിൽ മഴ മൂലം പരീക്ഷ എഴുതാൻ പറ്റാതിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു അവസരം കൂടി PSC നൽകിയിട്ടുണ്ട്. അപ്പം ആ കിട്ടിയ അവസരം ഏറ്റവും നന്നായിട്ട് തന്നെ ഉപയോഗിക്കുക. അപ്പം നല്ല മാർക്ക് സ്കോർ ചെയ്ത് നല്ല റാങ്കിലെത്തി നമുക്ക് എഴുതുന്ന എല്ലാ എക്സാമിനും പ്രിലിംസ് പാസ്സാവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നന്നായിട്ട് പഠിച്ച് അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.